പത്തിരിക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പം ചോറ് ഇതിനെല്ലാത്തിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി എല്ലും ഇറച്ചിയുടെയും ഗ്രേവി നോക്കാം. അതിനായിട്ട് കുറച്ച് ബീഫിൻ്റെ എല്ലും മുട്ടുകാല എല്ലും പിന്നെ കുറച്ച് ഇറച്ചി കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കുക്കർ ചൂടാക്കാം. അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസുള്ള സവോള നേരിയതായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വാട്ടിയെടുക്കണം. സവോള ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2-2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും പച്ചമണമെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഒരു 3 മീഡിയം സൈസുള്ള തക്കാളിയും കൂടി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. തക്കാളി ഒന്ന് കുക്കായി വരണം. ആ ഗ്യാപ്പിൽ കുറച്ച് പൊടികളൊന്ന് നമ്മൾ വണക്കിയെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.25 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. ഇത് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ആ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ മസാലയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലും ഇറച്ചി കഷ്ണങ്ങളും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടാനായിട്ടാണ്. 2 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരാനായിട്ട് വെക്കണം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും കൂടി വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം എയറൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. ബീഫ് ഓരോവിടെ വേവ് അനുസരിച്ചിട്ടായിരിക്കും വിസിൽ വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ അവിടെ 2 വിസിൽ വേവുന്നതുകൊണ്ട് തന്നെ ഞാൻ 2 വിസിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വിസിൽ വെച്ചതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം തുറന്നെടുക്കുക. നമ്മൾക്ക് ആവശ്യമുള്ള ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്യുക. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ഗ്രേവി റെഡിയാണ്. അപ്പം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയെന്നുള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.